അപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാളിന്റെ ദിനം മൈലാഞ്ചി കൊണ്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാല്ലേ. അങ്ങനെ ഇന്നലെ രാത്രി ഇട്ട സംഭവം ഇത്ര കളറേ വന്നിട്ടുള്ളൂ കേട്ടോ. രാവിലെ ആയപ്പോഴേക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല കളർ ഉണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ ഇന്ന് എളുപ്പക്കടി പുട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വേറെയും കുറേ പരിപാടികളുണ്ടല്ലോ, കടി ഉണ്ടാക്കിയിരുന്നാൽ പോരല്ലോ. അങ്ങനെ കുഞ്ഞാക്കിയും കുട്ടികളും ഇതാ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ പോയി വന്നതാണ്. വന്നപ്പോൾ ഇതാ ഉഴുന്നുവടിയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഖേനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുട്ടും പഴം കുഴച്ച് ഞാൻ ഈ ഒരു 2 കടി തിന്നിനാൽ എനിക്ക് പിന്നെ അത് വേണ്ടാതായിട്ടോ. കാരണം ഇത്രയും ദിവസം നോമ്പായതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതലൊന്നും കഴിക്കാനും പറ്റണില്ല. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിടാനുള്ള നൈറ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ നൈറ്റിൻ്റെയും കൈ ഇങ്ങനെയാണ് തുന്നാറുള്ളത് കേട്ടോ. കാരണം എനിക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കംഫർട്ട് തോന്നാറുള്ളത് കേട്ടോ. ഇതാ മൈലാഞ്ചി ഇത്ര കളറായിട്ട് അങ്ങനെ എനിക്ക് ഒരുങ്ങാനുള്ള ചുരിദാറും സംഭവങ്ങളൊക്കെ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഫുള്ള് ആൻറ്റി കളക്ഷൻസ് ആവുമ്പോൾ നമുക്ക് സ്വർണ്ണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കമ്മലും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു കമ്മൽ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനമാകും. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ തറവാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയാണ്. നമ്മൾ ഫുഡ് പാർസൽ വാങ്ങിക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഫുഡ് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ലല്ലേ. അങ്ങനെ അതാ തറവാട്ടിലെത്തി. ഇമ്മ അതാ കുഞ്ഞാക്കാക്ക് ഉമ്മാൻ്റെ പുതിയ പർദ്ദയൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ചെന്ന ഉടനെ തന്നെ അതാ അമ്മ ഒരു ഗ്ലാസ് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പായസം നമ്മൾ പാർസലല്ല കേട്ടോ, അതവിടെ വെച്ചതാണ്. പെരുന്നാളിന് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് എടുക്കലല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതാ അതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളൊക്കെ സെറ്റായി നിൽക്കുകയാണ്. പിന്നെ അതാ ഫുഡൊക്കെ അപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. മന്തി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചില്ലി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും വീഡിയോസ് എടുക്കുന്നതിന് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ വീഡിയോ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അവർ ചോദിക്കും ഇട്ടില്ലേ അങ്ങനെയില്ലേ ഈ വീഡിയോസ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ അതെല്ലാവരും കൂടെ പള്ളിയിൽ പോയി വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അങ്ങനെ അതാ ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇത്രയും ദിവസം നോമ്പായതുകൊണ്ട് വലുതായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നു. ബിരിയാണി തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കം നിർബന്ധമാണല്ലേ. അത് കഴിഞ്ഞ് എണീറ്റു. പിന്നെ അതാ നമ്മൾ കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിൽ വന്ന് പിന്നെ ഒന്ന് ഫ്രഷായി ക്ലീനായി ഇതാ നേരെ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടുന്ന് നേരെ അതാ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ അത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു നഷ്ടമാവും കേട്ടോ. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും. ചെറുപ്പം മുതലേ എൻ്റെ ഒരു കസിൻ ബെസ്റ്റി എന്നൊക്കെ പറയുന്നത് ഇവളാണ് കേട്ടോ. ഈ കുഞ്ഞോള് നീല ചുരിദാറിട്ടിട്ടുള്ളവർ ഞങ്ങൾ രണ്ടാളും എപ്പോഴും ഒപ്പായിരിക്കും. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒരേതാണ് കേട്ടോ എടുക്കാറുള്ളത്. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അങ്ങനെ അതാ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഒരു 10-10:30 ആയപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായി പിരിയാൻ തുടങ്ങിയിട്ടോ. ആരും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടുന്ന് ഉമ്മാനോട് ഉപ്പാനോടും അനിയനോടും ഉക്കിനോടൊക്കെ യാത്ര പറഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര നമ്മൾ വീട്ടിൽ പോയാലും ഇറങ്ങുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. ഓരോടത്തൊക്കെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും എപ്പോഴും അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ ഇതാ നേരെ വന്നത് പാരാമൂട് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. വരുന്ന വഴിക്ക് ജസ്റ്റ് ചെറിയൊരു വിശപ്പ്, അങ്ങനെ ഇതാ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പെരുന്നാൾ ദിനം എന്ന് പറയുന്നത്. അങ്ങനെ നൈറ്റ് റൈഡോടെ എൻ്റെ ആയി. ഇപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.